ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന് സങ്കടമുണ്ടല്ലേ? എന്തിനാ സങ്കടപ്പെടുന്നത്? ഓണം ആകുമ്പം 500 രൂപയ്ക്ക് വരം ആ ഒരാഴ്ച 1000 വെച്ചു. പിന്നെ തിരുവോണത്തിനൊന്ന്. പക്ഷെ ഈ കുട്ടി ഒരു വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അഖിൽ NRD ഒളിച്ചോടിപ്പോയ ഭാര്യ കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നേ. വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോക്കകത്ത് വെക്കാം. എനിക്കിതിനകത്ത് കുറച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കാതെ നമ്മൾ ആദ്യത്തെ ഒരു ഒളിച്ചോട്ടം മാത്രമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്തിട്ട് അത് മാത്രം അവസാനിപ്പിച്ചിട്ട് പോകുന്നത് വലിയ ശരിയുള്ള കാര്യമല്ല. പിന്നെ കുൽസിതോ പലിസിതോ പ്രസിതോ ഒന്നുമല്ല. ഈ ഒരു സാധനത്തിന് മാറ്റമുണ്ട്. ഇപ്പം നിങ്ങൾക്ക് ഇച്ചിരി വെട്ടക്കുറവായിരിക്കും, കാരണം ഞാനൊരു ഗോഡൗൺ കണക്കുള്ള ഒരു സ്ഥലത്തിനകത്ത് വണ്ടി കയറ്റിയിട്ടിരിക്കുക, സ്റ്റിക്കറൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. അതിൻ്റെ ചെറിയ പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ ചില ഇറിറ്റേഷനും സൗണ്ടുകളൊക്കെ കാണുമായിരിക്കും. കാര്യമായിട്ട് എടുക്കില്ല. പക്ഷേ ഇത് സീരിയസ്ലി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് അവതരിപ്പിക്കുന്നത്. ഈ ഒരു ഇൻസിഡൻറ്റിനെ തുടർന്ന്, അതായത് ഈ ഒരു ഒളിച്ചോട്ടത്തിനെ തുടർന്ന് ഉണ്ടായിട്ടുള്ള ഫെയിമുകളൊന്നും ചെറിയ കാര്യങ്ങളൊന്നും അല്ല. രണ്ടു പേർക്കും വന്നിട്ടുള്ള കാര്യങ്ങൾ. അതിനെ തുടർന്ന് ദാണ്ട് ഈ മോഡേൺ കളക്ഷൻസ് എന്ന് പറയുന്ന ഒരു ഓൺലൈൻ സെല്ലിംഗ് അവർ തന്നെ ആ ഒളിച്ചോട്ടത്തിൻ്റെ ദൃശ്യത്തിനെ എടുത്തു വെച്ചിട്ട് അവരുടെ ഒരു പ്രൊമോഷൻ വർക്കായിട്ട് എടുത്തു. കാരണം ആ ഒരു ഡ്രസ്സും ആ ഒളിച്ചോടി പോകുന്ന രീതിയും ആ ഓട്ടവും ഒക്കെ മുമ്പെങ്ങും കേരളം കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള പരിപാടിയായിരുന്നു നമുക്ക് കാണാനായിട്ട് സാധിച്ചത്. ഈ ഒളിച്ചോട്ടം എന്ന ആൾക്കാർ ചിലപ്പോൾ കേട്ടിട്ടേ ഉള്ളായിരിക്കും, അല്ലെങ്കിൽ ചില ആൾക്കാരുടെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ളതായിരിക്കും. പക്ഷേ ഇത് ലൈവായിട്ട് കാണാൻ സാധിക്കുന്നത് കേരള ചരിത്രത്തിൽ ജനങ്ങൾക്കിടയിൽ ആദ്യമായിട്ടായിരിക്കും. ഇല്ല, കൊറോണ എന്ന് പറയുന്നത് ഒരു മഹാമാരി ഈ നാട്ടിൽ വന്നിട്ടുണ്ടെങ്കിൽ അത് അനുഭവിച്ച ആ സമയത്ത് ആൾക്കാർക്ക് മാത്രമേ അതിനെക്കുറിച്ച് എന്താണെന്ന് അറിയത്തുള്ളൂ എന്ന് പറയില്ല. അതുപോലെ ഈ സിറ്റുവേഷനിൽ കണ്ടവർക്ക് മാത്രമേ ഈ ഒളിച്ചോട്ടം എന്താണെന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കൂ. അത് വ്യക്തമായിട്ട് നമുക്കതിലൂടെ കണ്ട് മനസ്സിലാക്കാനും വന്നിട്ടുണ്ട്. പിന്നെ അഖിൽ NRD തുടർന്ന് മറ്റേ ആഞ്ചലീന ബിഗ് ബോസിൽ പോയ പെണ്ണ് വന്നിരുന്ന് അവരാധിക്കുന്ന കണ്ട് അതിന് നിനക്ക് കർമ്മ അടിച്ചതാന്ന് പറയുന്നുണ്ട്, നീ എൻ്റെ OCD കുറ്റം പറഞ്ഞാന്ന് പറയുന്നുണ്ട്. എനിക്കറിയത്തില്ല, അതിനെയൊന്നും എടുക്കണ്ട. അതിന് ബിഗ് ബോസ് രണ്ടാമത് എന്തിനാ എടുത്തതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനി 6 കണ്ടസ്റ്റൻസ് അതിനെയും കൂടെ അതിനകത്ത് തിരികെ കയറ്റുമോ എന്നുള്ള കാര്യം ബാക്കി നമുക്ക് എന്താണെന്നുള്ളത് കണ്ടു തന്നെ അറിയാം. എന്തായാലും അഖിൽ NRD കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് വീഡിയോ ചെയ്യുന്നതിനകത്ത് സെന്റിമെന്റൽ സീൻസ് തന്നെയാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ സെയിം ട്രാക്ക് തന്നെ, എന്നാൽ ഒട്ട് സെന്റിമെന്റൽ ചെയ്തുകൊണ്ടിരുന്ന ഒരാളും കൂടെ തന്നെ. ഇപ്പം അതൊക്കെ കാണുമ്പോഴത്തേന് സംതിങ് വെരി സീരിയസ്ലി നല്ല ഫീൽ ആവുന്നുണ്ട്. ഇന്നലെ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ടെക്സ്റ്റൈൽ ഷോപ്പ് ബന്ധപ്പെട്ട് അവൻ്റെ ഗതികേടോ അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിൽക്കുന്ന ആൾക്കാരുടെ അവർക്ക് ആ ജോലിയിൽ അന്ന് നിൽക്കേണ്ടി വരുന്നതിൻ്റെ ഒരു ഗതികേടുമായിട്ട് ബന്ധപ്പെട്ട് സംതിങ് ഫീൽ. അത് ഒരുപാട് കമൻ്റ് ഉണ്ട് അതിന്. കമൻറ്റ് ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാൻ നേരം തന്നെ അതിനകത്ത് കമൻറ്റ് മാത്രമായിട്ട് 14,000 കമൻറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ആ വീഡിയോ ഒന്ന് കാണാം. അതിനുശേഷം ഈ മേഘയുടെ അച്ഛൻ, അതായത് ഇവർക്ക് 2 അച്ഛനുണ്ടല്ലോ, അതായത് മെയിൻ അച്ഛൻ, അതായത് ബ്ലഡ് റിലേഷനിലുള്ള ഫാദറിൻ്റെ ലീഗൽ കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾ ഈ ഒളിച്ചോട്ടത്തെക്കുറിച്ച് അതിനെ തുടർന്ന് എങ്ങനെയാണ് ഇപ്പം വീട്ടിലെത്തിയെന്ന് തുടർന്ന കാര്യങ്ങൾ പറയുന്നുണ്ട്. ആദ്യം ആ വീഡിയോ ഒന്ന് കാണാം. തിരുവോണമായിട്ടൊരു കട കിട്ടിയിട്ടുണ്ട്, ഒന്ന് കയറി നോക്കട്ടെ. ആ ടീഷർട്ടിന്റെ പുതിയ ബണ്ടിലെത്തി ചേട്ടാ, ഒരു ഷർട്ട് വേണമായിരുന്നു. ഏതാ, ലാർജ് ആണോ മീഡിയം ആണോ? ലാർജ് എടുത്തു. ഈ സെക്ഷൻ മൊത്തം ലാർജ് ആണ്, അത് മീഡിയം. ഇങ്ങനത്തെ ആണോ നോക്കുന്നത്? കുറച്ച് പ്ലെയിൻ ടൈപ്പ് നോക്കണം. ഏതെങ്കിലും മതി. അച്ഛൻ്റെ കറി ഒന്നും കാണാമല്ലേ? എങ്ങനെ മനസ്സിലായി? ഇപ്പൊ 4ാമത്തെ ആളാ വരുന്നത്. നോക്കിയാട്ടോ, ഇതാകുമ്പോൾ നല്ല മെറ്റീരിയൽ, ലാസ്റ്റ് ചെയ്തോളൂ. ചേട്ടൻ ഓണാഘോഷം പണ്ടൊക്കെ ഓണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രാന്തായിരുന്നു. പിന്നെ എപ്പോഴാ വീട്ടുകാർക്ക് വേണ്ടിയൊക്കെ ജീവിക്കാൻ തുടങ്ങിയപ്പം അതിലൊന്നും വലിയ കാര്യമില്ലെന്ന് മനസ്സിലായി. ചേട്ടാ ഷർട്ട് നോക്കി, ഇതൊക്കെ ആണോ? ഓക്കെ, വേറെ നോക്കണോ? വേണ്ട. ഓണം ആഘോഷിക്കാൻ പറ്റാത്തതിന് സങ്കടമുണ്ടല്ലേ? എന്തിനാ സങ്കടപ്പെടുന്നത്? ഓണം ആകുമ്പം 500 രൂപയ്ക്ക് വരം ആ ഒരാഴ്ച 1000 വെച്ചു. പിന്നെ തിരുവോണത്തിനൊന്ന് 1500 കിട്ടും. പിന്നെ എന്തിനാ സങ്കടം? ഇത് സാറിനൊന്ന് പാക്കി കൊടുക്കും കേട്ടോ. സാറേ കാണാൻ കേട്ടോ. അവിടെ തന്നെ വേണ്ടേ? മനസ്സിലായി, അവിടെ ചെല്ലുമ്പോൾ മടിയാവില്ലേ? സംഭവം ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കിന് ചെറുതായിട്ടൊന്നും മനസ്സിൽ തട്ടുന്നില്ല. എനിക്ക് നല്ല രീതിയിൽ മനസ്സിൽ തട്ടി. അതുകൊണ്ടാണ് ഈ ഒരു ഭാഗം ഞാൻ ഈ വീഡിയോയുടെ ആദ്യം തന്നെ ഉൾപ്പെടുത്തിയത്. ഇനി ഈ പെണ്ണ് മേഘയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത്, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്ത് ഇൻസ്റ്റാഗ്രാമിൽ ഒരു ഫോട്ടോ ഇട്ടിട്ടുണ്ടായിരുന്നു. ആ ഫോട്ടോയുടെ തലക്കെട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് ഇൻ മൈ ഫാദേഴ്സ് ഹോം അറ്റ് ചെങ്ങന്നൂരെന്ന്. ഏകദേശം ഒളിച്ചോടിയ ആ ഒരു ദൃശ്യം വന്ന് 2 വീക്സ് കഴിഞ്ഞിട്ടുണ്ട്. 2 വീക്സിന് ശേഷമാണ് ഞാൻ ചെങ്ങന്നൂരുള്ള അച്ഛൻ്റെ വീട്ടിലാണ്. അച്ഛൻ അത്യാവശ്യം നല്ല പ്രമാണിയാണ്, സാമ്പത്തികമായിട്ടും ഹോൾഡുള്ളൊരു വ്യക്തിയാണ്. അതൊക്കെ ഈ ഞാൻ പുറത്ത് കാണിക്കാൻ വന്ന വോയിസിനകത്തെല്ലാം വ്യക്തമായിട്ടുണ്ട് കേട്ടോ. ആ വോയിസ് പുറത്ത് വന്നിരിക്കുന്നത് ജിനൂസ് എന്ന് പറഞ്ഞ നമ്മുടെ റിയാക്ഷൻ വീഡിയോ എന്ന യൂട്യൂബർ ഉണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ ചാനലിൽ പുള്ളിയായിട്ട് സംസാരിക്കുന്ന ആ ഒരു വോയിസ് ക്ലിപ്പാണ്. എന്തായാലും ചെങ്ങന്നൂർ വീട്ടിലെത്തിയെന്ന് ഇപ്പം ഇങ്ങനൊരു സാധനം പോസ്റ്റ് ചെയ്തത് എന്തിനാണ്, അതിൻ്റെ ഉള്ള ഗുണം എന്താണെന്നൊന്നും എനിക്കത്ര
മനസ്സിലാവുന്നില്ല. ഇവരെ അടുത്ത ദിവസം തന്നെ പോലീസ് പിടിക്കുകയും പിടിച്ചതിനെ തുടർന്ന് മജിസ്ട്രേറ്റിന്റെ മുന്നിൽ ഹാജരാക്കുകയും അവിടെ വെച്ചിട്ട് എനിക്ക് ഇവന്റെ കൂടെ തന്നെ പോയാൽ മതി, അതായത് ഈ അനൂപ് എന്ന് പറയുന്ന ബസ് ഡ്രൈവറുടെ കൂടെ തന്നെ പോയാൽ മതി എന്നും പറയുന്നുണ്ട്. എന്നാൽ ആ പെണ്ണിന് അവിടെ കുറേ അതായത് ആ ലൈഫിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് ഒരുപാട് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നും ഈ പെണ്ണ് പറയുന്നുണ്ട്. അതിൻ്റെ എല്ലാ വോയിസ് ക്ലിപ്പ് ഞാൻ അതിനകത്ത് വ്യക്തമായിട്ട് വെക്കാം. ഈ ഫേസ്ബുക്കിനകത്ത് ഈ പെണ്ണ് ഇട്ടിട്ടുള്ള ഈ പോസ്റ്റ്, അതിനകത്തൊരു താഴെ ഒരു കമൻറ്റ് വന്നിട്ടുണ്ട്. ആ കമൻറ്റ് ഞാൻ കാണിക്കാം. ചേച്ചി എനിക്കുറപ്പുണ്ട് അഖിൽ തെറ്റ് ചെയ്യാതെ ചേച്ചി ഈ തീരുമാനം എടുക്കില്ല എന്ന്. അല്ലാതെ ഒരാൾക്കും ഇങ്ങനെ തീരുമാനം എടുക്കാൻ പറ്റില്ല. ഗോ ഹെഡ് ബോൾഡ് ലേഡി, ഫുൾ സപ്പോർട്ട്. കുറേ ദിവസങ്ങളായിട്ട് വായിൽ വരുന്നതിനകത്ത് എന്തോ ഒരു ഒഴുക്കൊഴുക്ക് വരുന്നു. നാക്ക് പഠിക്കണമെന്ന് തോന്നില്ല നല്ലോണം. എന്തായാലും അങ്ങനെ ആയിരിക്കട്ടെ. അപ്പം ഇനി ആ വോയിസ് ക്ലിപ്പ് ഞാൻ കേൾപ്പിക്കാം. വോയിസ് ക്ലിപ്പിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്താണ് എങ്ങനെയാണെന്നുള്ളത്. നേരത്തെ നമ്മൾ സംസാരിച്ചിട്ടുണ്ടോ ഇതിനു മുമ്പ്? ഞാൻ ആ രാജ്യം നെടുങ്ങുന്ന ആദ്യം ഞാൻ താങ്കളുടെ വീഡിയോ ആണ് ഞാൻ കാണുന്നത്, ഫസ്റ്റില് ഞാൻ കാണുന്നത്. ഞാൻ കൊച്ചിയിലായിരുന്നു. അപ്പം ഈ വീഡിയോ കണ്ട ഉടനെ ഇതിന്റെ ഒരു തലക്കെട്ടൊക്കെ എനിക്കൊരു കൗതുകമായിട്ട് തോന്നി. രാജ്യം ന്നൊക്കെ പറഞ്ഞ ഭയങ്കര തമ്പുലൈനൊക്കെ ഭീകരമായിരുന്നു. ആ വീഡിയോ അത്ര ഓടിയെന്നാണ് എനിക്ക് തോന്നുന്നത്. തലക്കെട്ടും അവതരണ ശൈലിയൊക്കെ പൊളിച്ചു എന്തായാലും. അപ്പൊ ഈ സംഭവത്തില് ഈ രാത്രി ഒരു 12:30 ആയപ്പോഴാണ് എന്നെ അദ്ദേഹം വിളിക്കുന്നത്, ഈ കുട്ടിയുടെ പിതാവ് വിളിക്കുന്നത്. അദ്ദേഹത്തിന്റെ പേര് പത്മകുമാർ എന്നാണ്. അതായത് ഒറിജിനൽ പിതാവ്, രണ്ടാമത്തെ അല്ലേ? അതായത് ആദ്യത്തെ അച്ഛൻ. ഈ കൊച്ചിന് 2 അച്ഛന്മാരാണ്, അറിയാമല്ലോ. ഒരു അഡ്വക്കേറ്റ് ഷാജി നൂറനാട്, കോൺഗ്രസ് പാർട്ടിയുടെ ആലപ്പുഴ ജനറൽ സെക്രട്ടറി ഒക്കെ അയാള്. ഓ ശരി. കോൺഗ്രസ് പാർട്ടിയുടെ ചെറിയൊരു നേതാവാണ് അവിടത്തെ. അപ്പം അമ്മ ലത എന്നാണ് പേര്, അമ്മയുടെ പേര്. അപ്പൊ ഇവര് ഡിവോഴ്സ് ആയതാണ്. ഫസ്റ്റില് ഇവര് തമ്മിൽ പൊരുത്തപ്പെ ഒളിച്ചോടിയതല്ല. അതായത് പത്മകുമാർ ഈ കൊച്ചിന്റെ അമ്മയും കൂടെ ജീവിക്കുമ്പോ അവരെ ഒളിച്ചോടിയതല്ല. പക്ഷെ പല ചാനലുകളും ഒളിച്ചോടിയതായിട്ടാ വന്നത്. ഒളിച്ചോടിയതല്ല. ഞാനൊരു കാര്യം പറയട്ടെ, ഇങ്ങനെ ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽസ് പുറത്ത് പറയാനായിട്ട് ആൾക്കാരിയ്ക്കുമ്പോഴത്തേക്കിന് ഇങ്ങനെയുള്ള സാധനങ്ങൾ എടുത്ത് പുറത്ത് വീഡിയോ ചെയ്യുക തന്നെ ചെയ്യും. പുറത്ത് പറയാൻ ആൾക്കാരുണ്ടെങ്കിൽ അത് സോഷ്യൽ മീഡിയ വരുന്നൊരു സാധനമാണ്. ആ സാധനത്തിനകത്ത് ശരിയെന്ത് തെറ്റെന്ത് കാണുമ്പോൾ നമുക്ക് അതിനകത്തൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ നമ്മളത് സ്റ്റിക്ക് ഓൺ ചെയ്ത് നമ്മൾ ആ പോയിന്റ് നമ്മളോട് അവതരിപ്പിക്കും. ഉടനെ കുറേ എണ്ണം വല്ലത്തിൻ്റെ കുളിസിത് എടുത്തുകൊണ്ട് വരുന്നില്ല. ഇത് നമ്മൾ പോയിട്ട് ആരുടെയും ബാത്റൂമിൽ പോയിരുന്ന് എടുക്കുന്ന വീഡിയോ അല്ല. അല്ലെങ്കിൽ നമ്മൾ പോയിട്ട് 2 ആൾക്കാർ സംസാരിക്കുമ്പോഴത്തേന് ആരും കാണാതെ ഫോൺ എടുത്ത് വെക്കുക അല്ലെങ്കിൽ മൈക്ക് എടുത്ത് വെച്ചിട്ട് അവരെ വോയിസ് റെക്കോർഡ് ചെയ്തെടുത്ത് പുറത്തിടുന്ന കാര്യങ്ങളൊന്നും അല്ല. സാമാന്യം കോമൺ സെൻസ് ഇതൊക്കെ ചിന്തിച്ചിട്ട് വേണം ഈ കമന്റ് ബോക്സിലോട്ട് വന്നിടന്ന് കുരയ്ക്കാനായിട്ട്. അല്ല, ഇപ്പോൾ കുരയ്ക്കുന്നതിന് വേറെ കുഴപ്പമൊന്നുമില്ല. 2 കമന്റ് ഇട്ടാൽ കൂടുതൽ എന്ത് ചെയ്യും, നിങ്ങളുടെ വിരൽ കുറേ നേരം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നീണ്ടി കിടന്ന് അനങ്ങുമായിരിക്കും. അല്ലാതെ വേറെ ഒന്നും സംഭവിക്കാനായിട്ട് പോകുന്നില്ല കേട്ടോ. ഒന്നുകൂടെ ഞാൻ ഓർപ്പിച്ചെന്നേ ഉള്ള ഒരു കാര്യം, എന്തിനു വേണ്ടിയിട്ട് ആ എഫേർട്ട് ഇടുന്നത് അത്രയും. അല്ല, നിങ്ങളൊരു കമന്റ് ഇടുക, ബിച്ചു സൂപ്പർ, അടിപൊളിടാ, യു ആർ ഗ്രൈറ്റർ, ഗുഡ്രാ, ലൗഡാ, അതൊക്കെ കാണുമ്പോൾ കിട്ടുന്നൊരു മനസ്സിൽ സന്തോഷമുണ്ടല്ലോ. നിന്നെയൊക്കെ വീഡിയോ കഴിഞ്ഞ് ഞാൻ സന്തോഷിപ്പിക്കുന്നില്ലേ, അതുപോലെ എന്നെ സന്തോഷിപ്പിക്കും. വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്താവൂ. ഓക്കെ, അപ്പോൾ ഹൈപ്പ് കൊടുക്കാനുള്ളതെല്ലാം കൊടുത്തേക്കണം. ഇവര് മ്യൂച്വൽ ഡിവോഴ്സ് ചെയ്തതാണ്. അങ്ങനെയാണ് ഷാജിയെ കെട്ടുന്നവര്. പിന്നെ ഈ കുട്ടി അവരുടെ കൂടെയാണ് വളർന്നതൊക്കെ, ഈ 2-ാനച്ഛന്റെ കീഴിൽ. പിന്നെ അവിടുന്ന് എന്തൊക്കെയോ പ്രശ്നം ഉണ്ടാക്കി 1-ാനച്ഛന്റെ വീട്ടിൽ വന്ന് കൊച്ചിന് കുറച്ച് കാര്യങ്ങളൊക്കെ വിഷമമൊക്കെ ആയിട്ട് ഈ പുള്ളിയുടെ കൂടെയും നിന്നിട്ടുണ്ട്. കൂടുതലും ഭൂരിഭാഗം നിന്ന ലതയുടെ കൂടെയാണ്. ഇത് 1-ാമത്തെ അച്ഛൻ ആള് ഒരു ശുദ്ധനാണ്. ആള് ഭയങ്കര ഒരു പിതാവിനും ഇല്ലാത്ത സ്നേഹമാണ് ഈ മോളോട്. അങ്ങനെയാണ് കൊഞ്ചിച്ച് വളർത്തിയത്. കാശുമുണ്ട്, അത്യാവശ്യം നല്ല പണവുമുണ്ട്. പുള്ളിയുടെ ലീഗൽ കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നത് ഞാനാ. അങ്ങനെയാണ് ഞാനുമായിട്ടുള്ള പുള്ളിയുടെ ബന്ധം. പുള്ളിക്ക് ഒരുപാട് സ്വത്തുക്കളും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പുള്ളിയുടെ ലീഗലായിട്ടുള്ള കാര്യങ്ങളെല്ലാം നോക്കുന്നത് ഞാനാ, ഈ പത്മകുമാറിന്റെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാനും പുള്ളിയും തമ്മിൽ നല്ല പോലെ പുള്ളി ഹോസ്പിറ്റലിൽ, പുള്ളിക്ക് തലവേദനയും പനിയും ഒക്കെ കൂടിയിട്ട് തിരുവല്ല ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടാക്കിയത് ഞാനാണ്. അതുപോലെ ഈ കുട്ടിയെ എത്രയും പെട്ടെന്ന് പിടിപ്പിക്കാൻ വേണ്ടി രമേശ് ചെന്നിത്തലയെ ബന്ധപ്പെട്ട് ഉറങ്ങിക്കിടന്ന സ്ത്രീയെ ഉണർത്തി 2 മണിക്കൂറിനുള്ളിൽ പിടിച്ച് ഇവനെയും അവളെയും കൂടെ പിടിച്ച് സ്റ്റേഷനിൽ കൊണ്ടുവച്ചത് ഞാനാണ്. എന്നിട്ട് ഞാനും പത്മകുമാറും കൂടെ ഈ കുട്ടിയുടെ അച്ഛനും കൂടെ സ്റ്റേഷനിൽ പോയി. അപ്പൊ ഈ പയ്യനുണ്ട്, ഈ പയ്യൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോൾഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ 2-3 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കത്തുള്ളൂ, ആവശ്യമുള്ള കാര്യം. അല്ലാത്തയാണെന്നുണ്ടെങ്കിൽ അതൊരു ഒളിച്ചോട്ടം അല്ലെങ്കിൽ ഒരു മാൻ മിസ്സിങ് അവിടെ കിടക്കും. കുറേ കേസുകളുടെ കൂടെ അതും കിടന്ന് അന്വേഷിക്കും. ഇതിപ്പോൾ ഹോൾഡ് ഉള്ളത് കൊണ്ടാണ് പറയുന്നത് 2 മണിക്കൂർ കൊണ്ട് ഞാൻ രമേശ് ചെന്നിത്തല വിളിച്ചു പറഞ്ഞിട്ട് ഒരു കാര്യം നടത്തുന്നത്. അടിപൊളിയല്ലേ നമ്മുടെ നാട്?
അടിപൊളിയാണ്. എല്ലാവർക്കും വേണം. എല്ലാവർക്കും ഓരോ ഹോൾഡ് ഉണ്ടെങ്കിൽ ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് പറ്റത്തുള്ളൂ. എന്നോട് ഈ കൊച്ചിന്റെ അമ്മയും രണ്ടാനച്ഛനും സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഒരു കാരണവശാലും ഇവൻ ബിൽഡിംഗ് അല്ല. അപ്പൊ ഈ പത്മകുമാറിനോട് സംസാരിക്കാൻ പറഞ്ഞു. അതിനിപ്പുറം കോടതിയിൽ നിന്ന് വിളിച്ചു. അങ്ങനെ ഈ കുട്ടിയുമായിട്ട് ഞങ്ങൾ കോടതിയിൽ പോയപ്പോൾ കോടതിയിൽ ജഡ്ജി ചോദിച്ചു ആരുടെ കൂടെ പോകാനാ താല്പര്യം എന്ന് ചോദിച്ചപ്പോ അവന്റെ കൂടെ പോകാനാന്ന് പറഞ്ഞു. അനൂപിന്റെ അങ്ങനെ അതൊക്കെ അറിയാമല്ലോ, അതൊക്കെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാ. അത് കഴിഞ്ഞിട്ട് ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോ ഈ കുട്ടി പറഞ്ഞ അച്ഛാ ഞാൻ അച്ഛന്റെ അടുത്തോട്ട് വരികയാണ്, എനിക്ക് അച്ഛനെ കാണണം, എനിക്ക് കുറെ കാര്യങ്ങള്. പക്ഷെ ഈ കുട്ടി 1 വർഷം മുമ്പ് തൊട്ട് ഇവരോട് എല്ലാവരോടും പറയുന്നുണ്ട് ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങളാണ്, എനിക്ക് സംസാരിക്കണം, ഞാൻ അൺഹാപ്പിയാണ് ഒത്തിരി പ്രാവശ്യം പറയുന്നുണ്ട്. അത് ഈ പത്മകുമാറും എന്നോട് പറയുന്നുണ്ട്. അപ്പൊ ഇവർക്കെല്ലാം ഒരു നാണക്കേട്, കല്യാണം കഴിഞ്ഞ് ഇത്ര ആയതല്ലേ ഉള്ളൂ, സാധാരണ ചട്ടയും കലമാകുമ്പം തട്ടിമുട്ടി എന്നൊക്കെ ഇരിക്കും, അത് ക്ലിയർ ആയിക്കോളൂ എന്നുള്ള ഇത്ര സീരിയസ് ആണെന്നൊന്നും അറിയില്ലായിരുന്നു. അപ്പാണ് ഈ അജിത്തിന്റെ അല്ല ഷകിലിന്റെ സാധാരണ ഒരു പെണ്ണ് അൺഹാപ്പി ആണെന്ന് വീട്ടുകാരോട് പറയുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അത് 1 ദിവസം കൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോഴല്ല, അല്ലെങ്കിൽ 2 ദിവസം കൊണ്ട് ഉണ്ടാവുന്നതിൻ്റെ അല്ല, ക്ഷമിക്കാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം ക്ഷമിച്ചതിന് ശേഷമായിരിക്കും അങ്ങനെ ഒരു കാര്യം വരുന്നത്. ഇനി ഇവരുടെ ദാമ്പത്യ ജീവിതത്തിൽ എന്താണെന്നുള്ളത് ഇവർ തന്നെ ഓപ്പണായിട്ട് നമ്മളോട് പറയണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഓരോ ടോക്കുകൾ പുറത്ത് വരുമ്പോഴത്തേക്കിന് ആരെങ്കിലും ഏതെങ്കിലും ഒരു സൈഡിൽ കോർണർ പെട്ടേക്കാം, അഖിലാണോ അല്ലെങ്കിൽ ഈ പെണ്ണോ. അപ്പം അവരുടെ ഭാഗത്ത് എന്താണെന്നുള്ളത് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ആർക്കാണെന്ന് വെച്ചാൽ ക്ലിയർ ചെയ്ത് എടുക്കാം. കാരണം ഇങ്ങനെ ഒരു ടോക്ക് വന്നതുകൊണ്ട്. അപ്പാണ് ഈ അജിത്തിന്റെ അല്ല ഷകിലിന്റെ അച്ഛനുമായിട്ടുള്ള ഒരു വിഷയങ്ങളൊക്കെ ഈ കുട്ടി പറയുന്നു. അങ്ങനെ ഒരു പ്രോബ്ലം അവരുടെ വീട്ടില് ആ കുട്ടിക്ക് ഒട്ടും നിൽക്കാൻ വയ്യാത്ത ഒരു അവസ്ഥ വരികയൊക്കെ ചെയ്യുമ്പോ അങ്ങനെ ബസ്സിൽ പോകുമ്പോ ഇവനുമായിട്ട് കമ്പനിയാവുകയും അവനുള്ള ഒരു സുരക്ഷിതത്വം കണ്ട് അവൾ ഇറങ്ങിപ്പോകുന്നു. അതായത് ഈ പയ്യൻ അനൂപ് എന്ന് പറയുന്നവൻ അവിടെ റൂട്ടിൽ ബസ് ഓടിച്ചോണ്ടിരുന്നതാണോ? അതെ അതെ, അവിടെ ഈ കുട്ടി പഠിക്കാൻ പോകുന്ന അവരുടെ ബസ്സിലായിരുന്നു, ഇവന്റെ ബസ്സിലായിരുന്നു. ഓ, അവൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ? ഇല്ല, അവൻ കല്യാണം കഴിച്ചിട്ടില്ല. അവനൊരു പ്രേമം ഉണ്ടായിരുന്നു, അത് ഇതായി പോയി, ബ്രേക്കപ്പ് ആയി പോയി. അതിന്റെ നിരാശയൊക്കെ ഇരിക്കുമ്പോഴാണ് ഇവളുമായിട്ട് സ്നേഹമായത്. അങ്ങനെ അനൂപിന് അച്ഛൻ മരിച്ചു പോയ ഒരമ്മയും ഒരനിയനും മാത്രമേ ഉള്ളൂ. അനൂപിന് ഒരു ചെറിയൊരു വീടാണ്, അത്യാവശ്യം ചെറിയ ഒരു 10-50 സെന്റ് സ്ഥലമുണ്ട്. ഗവൺമെന്റ് ജോലിയൊന്നുമില്ല. 750 രൂപയുടെ ഡെയിലി ബേസിനാണ് ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് അനൂപ്. നല്ല ജോലി കിട്ടിയെന്നിങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയായിരുന്നു. താൽക്കാലിക ജോലിയാണ്. എംപ്ലോയർ എന്തോ ഒരു വകുപ്പുണ്ടല്ലോ, 700 ഡെയിലി അന്നന്ന് പോകുന്ന അന്നന്ന് കാശ് കിട്ടും. ഓ, അത് KSRTC-ലാണെങ്കിലും ടെമ്പററിയാ. യേതുകൃഷ്ണന്റെ ജോലി, സ്വിഫ്റ്റിനകത്ത് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന, അതായത് നോർമൽ കാക്കി അല്ലാതെ വേറൊരു ചന്ദന കളർ ഡ്രസ്സ് എടുത്തുണ്ടല്ലോ, അവരുടെ കാര്യം പറയുന്നത്. ഓക്കെ, അതിനിപ്പോൾ ഏത് ജോലിയാണെങ്കിലും അതിന് അതിൻ്റെതായ വാല്യൂ ഉണ്ട്. അതിന് 750 കിട്ടിയാലും 500 കിട്ടിയാലും ജോലി ചെയ്തിട്ടാ ഗവൺമെന്റ് ജോലിക്കാർ ഓടിക്കുന്ന അതേ വണ്ടിയാണ് ഇവരും ഓടിച്ചോണ്ടിരിക്കുന്നത്. അതൊന്നും വില കുറച്ചൊന്നും ആരും ജോലിയുടെ കാര്യമൊന്നും പറയണ്ട, ഡ്രൈവറുടെ കാര്യവും പറയണ്ട. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഞാൻ ചെയ്തുകൊണ്ടിരുന്ന പണി അത് തന്നെയാണ്. യേതുകൃഷ്ണനില്ലേ, വിവാദ നായിക, അതെ പ്രശ്നം ഉണ്ടാക്കിയേക്കുന്ന പുള്ളി, അദ്ദേഹത്തിന്റെ അവസ്ഥ തന്നെ. അദ്ദേഹത്തിന്റെ പോലെ ഡെയിലി ബേസിന് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഈ കുട്ടിയായിട്ട് സ്നേഹത്തിലാവുന്നതും ഇവരങ്ങനെ രാത്രിക്ക് അങ്ങ് പോകുന്നതൊക്കെ. അതിനുശേഷം 4 ദിവസം അവന്റെ കൂടെ കഴിഞ്ഞോളൂ. കുറച്ച് 3-4 ദിവസം കഴിഞ്ഞു. ഒന്ന് തോന്നുന്നു 4 ദിവസം, 4ാമത്തെ 5ാമത്തെ ദിവസം കുട്ടി വിളിച്ചു പറഞ്ഞു വേറെ ജീവിതം അടുത്തിട്ടൊന്നുമില്ല. അവനോട് അനുവാദം മേടിച്ചിട്ട് തന്നെ പുള്ളി കുട്ടിയെ വീട്ടിൽ കൊണ്ടു നിർത്തിയിരിക്കുന്നേ. കാര്യങ്ങളൊക്കെ പറയാനായിട്ട് അച്ഛനോട് ഉണ്ടായ സംഭവങ്ങളൊക്കെ വിവരിക്കാനായിട്ട് ആ കുട്ടി വന്നത്. ഓ, അതായത് അവനെ ഉപേക്ഷിച്ചിട്ട് വന്നതല്ല, കാര്യങ്ങൾ എന്താണ് നടന്നതെന്നുള്ളത് അച്ഛനോട് പറയാൻ വേണ്ടിയിട്ട് അച്ഛന്റെ വീട്ടിൽ വന്ന് അപ്പോഴത്തേക്കിനും ഒരു പോസ്റ്റ് ഇട്ട് ഞാനിവിടെ വീട്ടിലുണ്ട്. അപ്പോൾ കാണുന്ന ആൾക്കാർ തെറ്റിദ്ധരിക്കണം ഞാൻ എല്ലാം കളഞ്ഞിട്ട് ഞാനിങ്ങി വന്നു, നിങ്ങൾ ഈ പറയുന്ന കണക്കല്ല കഥകൾ, ഞാനിങ്ങി ഇവിടെ വന്നത്. എന്തിനാ മാനിപ്പുലേറ്റ് ചെയ്യുന്നത്? ഓടി അതങ്ങ് ഓപ്പണായിട്ടങ്ങ് പറഞ്ഞങ്ങ് വിട്ടാൽ പോരെ എന്തോന്ന് വെച്ചുള്ളത്? എന്തിനാ വേറൊരു മാനിപ്പുലേഷൻ അതിനകത്ത്? തിരിച്ചു പോകുന്നു തോന്നുന്നു, എനിക്കറിയില്ല. അതായത് അനൂപുമായിട്ടുള്ള ബന്ധം ഉപേക്ഷിച്ചിട്ടില്ല? ഇല്ല, അനൂപുമായിട്ട് ഇപ്പം ബന്ധമുണ്ട്. ഡിവോഴ്സ്, അഖിലുമായിട്ടുള്ള ഡിവോഴ്സിൽ നിന്ന് വക്കീൽ വരും. വക്കീൽ വന്ന് മ്യൂച്വൽ ഡിവോഴ്സ് ആണ് അവർ ഉദ്ദേശിക്കുന്നത്. ഓ ശരി. അതുകൊണ്ട് ഡിവോഴ്സ് കഴിഞ്ഞിട്ട് ഇവനുമായിട്ട് കല്യാണം നടത്തി കൊടുക്കോ ഇല്ലോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ആ കുട്ടിക്ക് താല്പര്യമാണെന്നാ പറഞ്ഞിരിക്കുന്നത്. ആ കുട്ടി അവനെ വിട്ട് പോകുകയല്ലെന്നാ ഞാൻ അറിഞ്ഞത്. മനോരമയിലൊക്കെ ന്യൂസ് വന്നിട്ടുണ്ട് ഇപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട്. അതെ, അതെന്ത് വാർത്തയാണ് വന്നിരിക്കുന്നത്? അതായത് കുട്ടി അച്ഛന്റെ വീട്ടിലാണ്, ഒളിച്ചോടിയിട്ടില്ല എന്നുള്ള തരത്തിലാണ് കുട്ടി. ഒളിച്ചോടിയത് സത്യം തന്നെ, ഒളിച്ചോടിയത് സത്യം തന്നെ. അത് കുട്ടിയുടെ അച്ഛന്റെ വീട്ടിൽ ഇപ്പോഴാണ് ഒരു 3-4 ദിവസത്തിന് ശേഷം അനൂപുമായിട്ടുള്ള ബന്ധം ഇപ്പോഴും തുടരുന്നുണ്ട്. അനൂപ് ഉപേക്ഷിച്ചിട്ടില്ല, അനൂപിന്റെ കൂടെ തന്നെയാണ് കുട്ടി. അനൂപിന്റെ അനുവാദത്തോടു കൂടിയാണ് അച്ഛന്റെ വീട്ടിൽ വന്നേക്കുന്നത്. ഞാൻ അവരുടെ അത്ര ഫാമിലി ഫ്രണ്ട് ആന്നേ. ഈ പുള്ളി ഞാനും 2 ബന്ധമാണ്, അതുകൊണ്ടാണ് എനിക്കെല്ലാ വിവരം അറിയാവുന്നത്.
ഈ കുട്ടി ഇന്നലെ 1 മണിക്കൂറോളം എന്നോട് സംസാരിച്ചല്ലോ. കാര്യങ്ങളൊക്കെ ഇത്ര സീരിയസ് ആണ്. ആ കുട്ടിയുടെ ഭാഗത്തും ചെറിയ ന്യായമൊക്കെ ഉണ്ട്. ചെറിയ ന്യായമല്ല. അഖില് ഞാൻ ഒരൊറ്റ കാര്യം ചോദിച്ചോട്ടോ, ഈ കുട്ടി ഇത്രയും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് അഖില് ഇവർക്കെതിരെ തിരിയുന്നില്ല? അതേസമയം അഖിൽ എന്തുകൊണ്ട് അവളെ പോലീസ് സ്റ്റേഷനിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തേജോവധം ചെയ്യലെന്ന് എഴുതി വെപ്പിച്ചു? അത് കാരണം അഖിലിന്റെ പല രഹസ്യങ്ങളും അഖിലിന്റെ അച്ഛന്റെ പല രഹസ്യങ്ങളും ഇവിടെ പുറത്ത് പറയും, തെളിവ് സഹിതം പുറത്ത് വിടുന്നു അഖിലിന് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു അഗ്രിമെന്റ് വെച്ചിരിക്കുന്നത്. ഇതിനെല്ലാം തെളിവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഈ വീട്ടിൽ അച്ഛൻ കുട്ടിയാണ് അഖില്. അച്ഛൻ പറയുന്നതിന്റെ അപ്പുറം അഖില് അച്ഛനെ കണ്ട ഉടനെ എഴുന്നേക്കും. അത്ര പേടിയാണ് അച്ഛന്. ഭക്ഷണം കഴിക്കുകയാണെങ്കിലും അവർക്ക് ഒരു ഫ്രീഡം ഇല്ലെന്നാണ് ഈ കുട്ടി പറയുന്നത്. അച്ഛനാണ് അങ്ങനത്തെ സ്വഭാവം. അഖിലിനോട് പറഞ്ഞിട്ട് അഖിൽ അത് ഒന്ന് ചോദ്യം ചെയ്യുക പോലും ചെയ്തില്ല എന്നുള്ളതാണ് ഈ കുട്ടിയുടെ ദുഃഖം. ഓ അത് ശരിയാ. അതാണ് മെയിൻ വിഷയം. അവർക്കിടെ പ്രശ്നം ഉണ്ടായി. ഈ കുട്ടിയുടെ അച്ഛന് ഈ കുട്ടിയോട് ഇത്ര പക ഉണ്ടാകാൻ കാരണം അത് കണ്ടുപിടിച്ചതാണ്. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? മെയിൻ വില്ലൻ അച്ഛനാണ്. അഖിലിന്റെ അച്ഛനാണ് മെയിൻ വില്ലൻ. വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ പറഞ്ഞല്ലേ? ആ വീട്ടിൽ നിന്ന് താമസിക്കാൻ അഖില് പറഞ്ഞു ഹോസ്റ്റലിലുള്ളൂ, നിന്നെ വേണമെങ്കിൽ ഹോസ്റ്റലിൽ വിട്ടേക്കാം, ഞാൻ വരുന്നില്ല, എന്റെ അച്ഛനും അമ്മയും വിട്ട് ഞാൻ വരികയായിരുന്നു. അത് ന്യായം. ഒരു മകനെ അങ്ങനെ വിളിച്ച ചില മക്കൾ അച്ഛനോടും അമ്മയോടും സ്നേഹമുള്ളവർ പോവുകയില്ല. പക്ഷെ ഇങ്ങനെ ഒരു പ്രശ്നവും വന്ന് ഇവർക്ക് അവിടെ ജീവിക്കാൻ മേലാത്ത രീതിയിൽ വന്നപ്പോഴാണ് ഇവള് വേറെ താമസിക്കാന്ന് പറഞ്ഞത്. അത് അഖില് നിരസിച്ചു. അതാണ് വിഷയം. അപ്പം നിലവില് അച്ഛന്റെ വീട്ടിലാണുള്ളത്, സ്വന്തം അച്ഛന്റെ വീട്ടിലാണ് അവളെ ഉള്ളത് ഒറ്റയ്ക്ക്. അതെ തീർച്ചയായിട്ടും. ഇപ്പൊ അച്ഛൻ അവളെ ഏറ്റെടുത്തിരിക്കുകയാണ്. പക്ഷെ അനൂപിന്റെ കേസിൽ ആ പയ്യനെ അച്ഛൻ അംഗീകരിച്ചിട്ടില്ല ഇതുവരെയായിട്ട്. ഒളിച്ചു കൊണ്ടുപോയ പയ്യനെ അംഗീകരിച്ചിട്ടില്ലെങ്കിലും അവനെ അംഗീകരിച്ചിട്ടില്ല എന്നാണ് ഞാൻ അറിഞ്ഞത് ഇതുവരെ. അയാൾക്ക് അംഗീകരിക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ബുദ്ധിമുട്ടാണ്. കുറച്ചും കൂടെ കഴിഞ്ഞിട്ട് അംഗീകരിക്കുമായിരിക്കും. അതായത് കൊണ്ടുപോയ പയ്യനെ അച്ഛന് താല്പര്യമില്ല. അച്ഛന് താല്പര്യമില്ലെന്നല്ല, അച്ഛന് ഏതൊരു അച്ഛനായാലും കുറച്ച് ഇത് വരുമല്ലോ. അങ്ങനെ ഒരു ഇത് പുള്ളി അംഗീകരിക്കുകയോ വീട്ടിൽ കയറ്റി താമസിപ്പിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല അവനെ. പുള്ളി ഒറ്റയ്ക്കാണോ ഇപ്പം? ഈ മേഘ ഒറ്റയ്ക്കാണ് പുള്ളിയുടെ. അതല്ല ചേട്ടാ, നമ്മുടെ ഈ പിന്നെ ഇദ്ദേഹത്തിന്റെ ഫാദർ, മേഘയുടെ ഫാദർ ഒറ്റയ്ക്കാണോ? ആ മേഘയുടെ ഫാദർ ഒറ്റയ്ക്കല്ല, അമ്മയുണ്ട്, മേഘയുടെ അപ്പൂപ്പനുണ്ട്, ശരി. 2 ഒരു ബന്ധുവുണ്ട്, പിന്നെ 2-3 ജോലിക്കാരുണ്ട്. ഒരു ഹൈ ഫാമിലിയാ. ഇല്ലം ഫാമിലിയാണ്. അവിടുത്തെ ഒരു പുരാതനമായ ഒരു 4 കെട്ട് വീടും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉള്ള ഒരു സെറ്റപ്പാണ്. ഒരു 4-5 ഏക്കർ സ്ഥലത്തിന്റെ അകത്താണ് ഈ വീട് ഇരിക്കുന്നത്. ഇടനാട്. നല്ല സാമ്പത്തികമുള്ളവരാ. നല്ല സാമ്പത്തികം എന്ന് പറഞ്ഞാൽ കോടികളുടെ ആസ്തിയുള്ള. എനിക്ക് അറിയാമല്ലോ, ഞാൻ അവിടെ പോയി ഒരാഴ്ചയൊക്കെ താമസിക്കുന്ന പുള്ളിയുടെ കൂടെ. ശരിയാ. എന്നെ ഭയങ്കര കാര്യമാണ് പുള്ളിക്ക്. എന്ത് കാര്യം ഉണ്ടായാലും പുള്ളി ആദ്യം വിളിച്ചു പറഞ്ഞു എന്നോടാ എന്റെ മോള് പോയെന്നും അവരെ പിടിച്ചു കൊടുക്കണമെന്നും ഒക്കെ ആവശ്യം. അന്ന് രാത്രി തന്നെ ഞാൻ വണ്ടി എടുത്ത് പുള്ളിയുടെ അടുത്ത് പോവുകയും പിറ്റേന്ന് രാവിലെ ഞങ്ങൾ 2 സ്റ്റേഷനിൽ പോയത് ഈ പയ്യനുമായിട്ട് സംസാരിക്കുകയും ഒക്കെ ചെയ്തു. കാര്യം ഉണ്ടായില്ല. ഓക്കെ. ഇപ്പൊ ചേട്ടൻ പറഞ്ഞില്ലേ അവരുടെ വീട്ടുകാർക്ക് എന്നോട് ഭയങ്കര കാര്യമാണെന്ന്. മിക്കവാറും ഇതോടുകൂടി ആ കാര്യം കഴിയുമായിരിക്കും. എവിടേക്കോ പറഞ്ഞു പോകുമ്പോഴത്തേന് ഞങ്ങളെ ഇട്ട് കൊടുക്കുന്നതൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ ഒരു അവസരം കിട്ടിയപ്പോഴത്തേന് ഞാൻ അവരുടെ ഏറ്റവും അടുത്ത ആളാണെന്നൊക്കെ രീതിയിലുള്ള പല കാര്യങ്ങളും വീണ്ടും പുറത്തു പറയുന്നുണ്ട്. ഇത് കേട്ടതിന് ശേഷം അവരുടെ വീട്ടുകാർ പുള്ളിയെ പിന്നെ വിളിച്ചിട്ടുണ്ടോ എന്തോ, അല്ലെങ്കിൽ ഒരു വിളി എന്തായാലും വിളിച്ചു കാണുമായിരിക്കില്ലേ? കാണും. ഇത് കേട്ടിട്ട് എനിക്ക് അങ്ങനെ തന്നെ തോന്നുന്നത്. അപ്പൊ സത്യം പറഞ്ഞാൽ എന്തൊക്കെ അനുഭവിച്ചിട്ടുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്ക് 2 പേർക്കും ചെളി വാരി എറിയാനായിട്ട് താല്പര്യമില്ല. അതുകൊണ്ടാണ് ഇവർ 2 പേരും ഈ അവസ്ഥയിൽ മിണ്ടാതിരിക്കുന്നത്. അപ്പം ആ പെണ്ണ് ഈ പറയുന്ന ബാഗും തൂക്കിയുള്ള ഒരു ഓട്ടം കണ്ടല്ലോ, ആ ഓട്ടത്തിന് കാരണമുണ്ട്. ആ കാരണം എന്തായാലും മേഘയായിട്ടിനും പുറത്ത് പറയത്തില്ല. ആ ഒളിച്ചോടി എന്താണെന്നും ആ ഒളിച്ചോടിയത് ശരിയല്ല എന്ന് പറഞ്ഞുകൊണ്ട് അഖിലും വീഡിയോ ആയിട്ട് വരത്തില്ല. അതുകൊണ്ട് ആ 2 സാധനങ്ങളും അവസാനിപ്പിക്കുകയാണ് അവർ തന്നെ. മ്യൂച്വൽ കൊടുക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് വേറെ ഒന്നുമില്ല. 2 പേരുടെ സമ്മതത്തോടു കൂടി മ്യൂച്വൽ കൊടുക്കുന്നു. അതിനകത്ത് പിന്നെ വേറെ കാര്യങ്ങൾ പറയാനും എടുക്കാനും ഒന്നുമില്ല, അവർക്ക് ഡിസ്കസ് ചെയ്യാനും ഒന്നുമില്ല. പക്ഷേ എവിടേക്കോ എന്തൊക്കെയോ ചെളിവാരി എറിയുന്ന പരിപാടികൾ നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്, ക്ലിയർ കട്ടായിട്ട് നടന്നിട്ടുണ്ട്. അല്ലെങ്കിൽ ഇതുപോലൊരു ഡിസിഷൻ ഇങ്ങനെ എടുക്കുകയും പിന്നെ ഇതുപോലെ വന്ന് കോംപ്രമൈസ് ടോക്കിലേക്ക് വന്ന് അവസാനിക്കുകയും ചെയ്യത്തില്ല. അപ്പം